ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞാൻ ഒരുപാട് ഫ്ലൈറ്റിൽ കയറിയാണ്. ലൈഫിൽ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് കയറുന്ന ആളുകൾ ഇതവിടെ നിൽക്കുന്നു. എൻ്റെ അലേഹയൊക്കെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ കയറല്ലേ ചെറിയൊക്ക. അതെ, നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ കയറാൻ പേടിയുണ്ടോ? സത്യം പറഞ്ഞോ? ഞാൻ പറയണ മാതിരി ചെല്ല അസ്തഗ്ഫിറുല്ലാ 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 ഇറങ്ങണ വരെ. നിങ്ങൾക്ക് ഒരു ഫ്ലൈറ്റ് അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് 2 ഫ്ലൈറ്റ് ഒരുമിച്ച് കയറാനുള്ള ഭാഗ്യമാണ്. അതായത് ഗൈസ്, കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. ഇപ്പം നമ്മളുള്ളത് സൂറത്തിലെ എയർപോർട്ടിലാണുള്ളത്. ഇനി നമ്മൾ ഇവിടുന്ന് കൃത്യം 10:45 നമ്മളുടെ എയർ ഇന്ത്യ ട്രെയിൻ എന്ന് പറഞ്ഞു ഫ്ലൈറ്റ് വരിക. എനിക്ക് ട്രെയിന് കിട്ടുമായിരുന്നു, പക്ഷെ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ടൈം വൈകി പോയി. അല്ല, ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്ന് തൽക്കാലം എന്തോ ഭാഗ്യത്തിന് കിട്ടിയത്. എത്രയോ ദിവസം മുമ്പ് ബുക്ക് ചെയ്യണം. പക്ഷെ ഞാൻ എന്നോട് പറഞ്ഞത് എല്ലാവരും 2 ദിവസമൊക്കെ പിടിക്കുന്നു പറഞ്ഞപ്പോഴാണ് നമ്മൾ ട്രെയിൻ വേസ്റ്റ് ചെയ്തത്. ശരിക്കും ഒരു ഡേയും ഒരു നൈറ്റും മാത്രം മതി ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് എന്തായാലും മസ്റ്റായിട്ട് ട്രെയിൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെ ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറാൻ പോവുകയാണ്. ഇനി കുറച്ച് നിബന്ധനകളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. കാരണം അതിൽ എയർ ഹോസ്റ്റ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് ഇംഗ്ലീഷിലും കൈകൊണ്ട് ആക്ഷനൊക്കെ പറഞ്ഞുതരും. അതായത് മേഘത്തിൻ്റെ ഉള്ളിൽ കൊടിഞ്ഞ അതിനെടുത്ത് ചാടാൻ വേണ്ടി പറയൂ. ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ടാവും. പിന്നെ സീറ്റ് ബെൽറ്റ്. പിന്നെ ചിലപ്പോൾ 3 ആൾ 3 സീറ്റിലാവും. അങ്ങനെ കിട്ടിയിരിക്കണ തോന്നുന്നുണ്ട് എനിക്ക്. എല്ലാവരും ഒരിടത്തല്ല. ആരെങ്കിലും ചോദിക്കാൻ അറിയണ മാതിരി ഇരുന്നോളുണ്ട്. ആദ്യമായിട്ട് ഇരിക്കുന്ന ആളാണെന്ന് തോന്നണ്ട കേട്ടോ. എല്ലാം പേടിയുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പിന്നെ പേടിയൊന്നും ഉണ്ടാവില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ എന്തായാലും നമുക്ക് ഫ്ലൈറ്റിൽ കയറാൻ കുറേ ടൈമുണ്ട്. എയർപോർട്ടിൽ 2 മണിക്കൂർ മുന്നേ എത്തണം എന്നുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ 3 മണിക്കൂർ മുന്നേ നമ്മളിവിടെ എത്തിക്കണേ ഗായ്സ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ എല്ലാവരും പറയണേക്കെ അവിടെ ഫുഡിന് എന്താ പൈസ എന്നൊക്കെ നിങ്ങൾക്ക് ശരിക്കും എന്താ അറിയാൻ പറ്റും. അവിടെ ഒരു ചായക്കുള്ള വില എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ക്യാരി ഓൺ. കഴിച്ചിട്ട് കയറി. എവിടെ കഴിക്കാനുള്ള സ്ഥലം? ഗുളിക കുടിച്ചണം, വെള്ളം വാങ്ങണം. വെള്ളമില്ലേ? വെള്ളം കൊടുത്തു അവിടെ വെച്ചില്ലേ? ഒരു വെള്ളത്തിന് നല്ല പൈസ ഉണ്ടാവും. നമുക്കവിടെ ഏതെങ്കിലും ടാക്സി കിട്ടുമെന്നാവോ? പക്ഷെ സമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകി കഴിഞ്ഞാൽ പണിയാവും. എയർപോർട്ടാണ്, അതാ ഞാൻ പറഞ്ഞത്. അവിടുന്ന് കടലും മുറുക്കും പഴമൊക്കെ അല്ലേ. വെള്ളം തൽക്കാലം വെള്ളം ഉള്ളിലുണ്ടാവുമല്ലോ. എന്നാ പോരി, വലത്തേക്കാല് വെച്ച് കയറിക്കോളി. അങ്ങനെ ഗൈസ്, ഉമ്മതാ ഉന്തിക്കോളി. അറിയണ്ടോ നോക്കട്ടെ. ഉമ്രക്ക് ഒറ്റക്ക് വിടാനുള്ളതാണ്. അതാ പടത്തോടെ ഇടിച്ച് തകർക്കണുണ്ടല്ലോ. അത് അറിയണ്ടോ നോക്കട്ടെ. ഓക്കെ, അലേഹന അതിലിരുത്തണോ? ആധാർ കാർഡ് എന്നാ? സിനുവിൻ്റെ ആധാർ കാർഡോ? ഗൈസ്, അങ്ങനെ നമ്മുടെ ബോർഡിംഗ് പാസ്. ഗൈസ്, അപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. സൂറത്ത് എയർപോർട്ടിൻ്റെ ഉള്ളിൽ അല്ലേ. ഞങ്ങൾക്ക് 9 മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് വരിക. അപ്പോഴാണ് ബാക്കിയുള്ള പരിപാടികൾ. നമ്മൾ വേറെ ഫുഡൊന്നും കൊടുന്നില്ല കേട്ടോ. എയർപോർട്ടിലാണ് കറുത്ത വായക്ക, പിന്നെ പൂളപ്പൊരി, കടല, ബിസ്ക്കറ്റ്, പിന്നെ കടല വറുത്തത്. ഉമ്മാൻ്റെ പെട്ടിയിലുള്ള സമ്പാദ്യം ഉള്ളത്. ഓക്കെ, പോലീസ് നായ കൊണ്ടുവന്നത് മണപ്പിക്കാൻ. ബോംബില്ലല്ലോ കയ്യിൽ. പിന്നെ സൂചി, ബെൽറ്റ്, ഇതൊന്നും പറ്റൂല. അതൊക്കെ ഒരു ഒഴിക്കും. അങ്ങനെ ഗൈസ്, നമ്മളെ ബോഡി പാസ്സൊക്കെ കിട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിന് നല്ലൊരു ട്രെയിനിൽ പോരുകയാണ്. ഉമ്മാനെ മറ്റേ ചെക്ക് ചെയ്യാനൊക്കെ കൊണ്ടുപോകുമല്ലോ. എന്താ കാട്ടി? ആ മിഷീൻ വെച്ച് ഇങ്ങനെ വെച്ച് നോക്കിയോ? ഓക്കെ, അപ്പോൾ എന്തായാലും ഒക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. മെയിനായിട്ട് എന്താ, ഇത്ര കാലമായിട്ട് ഫ്ലൈറ്റ് കയറാത്ത ആൾക്കാരാണ്. അപ്പോൾ ഈ വയസ്സാം കാലത്ത് ഒന്ന് ഫ്ലൈറ്റ് കയറിക്കോട്ടെ, എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്നൊക്കെ അറിയണമല്ലോ. ഇനി ഉമ്രക്കൊക്കെ പോകുമ്പോൾ ഒരു പേടി പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ ഒറ്റയ്ക്ക് വരെ വെച്ച് നേരം കൊടുക്കേണ്ടി വരുമോ? ഗൈസ്, നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കുട്ടിക്ക് നമ്മൾ എന്താക്കി സിർലാക്ക് ഇതാ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ വാങ്ങിയ സാധനത്തിൻ്റെ ബില്ലൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് പ്ലെയിൻ ദോശ, ഒരു ദോശക്ക് 260 രൂപ, പിസ്സ
430. ഹിമാലയയുടെ 500 മില്ലി, അതായത് ഈ ഒരു വാട്ടറിന് പച്ചവെള്ളത്തിന് 70 റുപ്യ. പിന്നെ ഇമ്പാക്റ്റ് മിൻറ്റ് എന്ന് പറഞ്ഞൊരു മുട്ടായിക്ക് 150 രൂപ. ടോട്ടൽ 910 രൂപ. അപ്പോൾ ചോദിക്കും നൗഫൽ ഇതൊക്കെ സൂറത്ത് വാങ്ങിക്കൂടെ എന്ന് ചോദിക്കും. സൂറത്തത്തെ ഭക്ഷണം പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് വേഗം കാലിയാക്കിയത് അല്ലേ. ഇനി ഇവിടുത്തെ എയർപോർട്ടിൽ എന്താണെന്ന് എയർപോർട്ടിൽ അതിലും പരാണ് ഏതിൽ ഫ്ലൈറ്റിലൊക്കെ കിട്ടുക. ഇതിൻ്റെ ഉള്ളത് എന്താവും നമുക്ക് നോക്കാം. ഓക്കെ, ഉമ്മാക്കുള്ള പ്ലെയിൻ ദോശ എത്തിയിട്ടുണ്ട്. സാമ്പാർ ഇതിന് ചട്നി വലിയ കുഴപ്പമില്ല. ഏയ് ഞങ്ങൾ കൂടുമാമൊക്കെ തിന്ന് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ദോശ ഉമ്മാൻ്റെ ദോശയിൽ നിന്ന് വാങ്ങിയിട്ട് തിങ്ങിയാണ്. ഈ ദോശ എങ്ങനെയുണ്ട്? കുഴപ്പമുണ്ടോ? വലിയ കുഴപ്പമില്ലല്ലോ. അവിടുത്തെ അത്ര പ്രശ്നമില്ലല്ലോ. പുളിക്കണമൊന്നുമില്ല. ഓക്കെ, എങ്ങനെ പുളിക്കുക? ഞങ്ങൾക്ക് തിന്നാൻ കുത്തിരുന്ന പറഞ്ഞാൽ 1 മണിക്കാണ് ബാംഗ്ലൂർ എത്തുക. പിന്നെ അവിടെ ഒന്നും കിട്ടൂല. ഇപ്പം എന്തെങ്കിലുമൊക്കെ തിന്ന് വയറ് നിറച്ച പ്രശ്നമല്ലല്ലോ ഗൈസ്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് പിസ്സയാണ് കേട്ടോ. ഓക്കെ, നല്ല അണക്ക് വേണ്ടതൊക്കെ കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ എനിക്ക് മതി. കാരണം ഞാൻ ആദ്യം വിശക്കുന്നുണ്ട് നിൻ്റെ അടുത്ത് പറയരുത് കേട്ടോ. അണക്കൂ കേട്ടോ, അണക്കൂ തുപ്പണോക്ക. ഗൈസ്, നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. നേരെ ഫ്ലൈറ്റിനുള്ളിൽ കേട്ടോ. ആ, അങ്ങനെ ആദ്യമായി ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. ഇതാ നിൽക്കുന്നു. അങ്ങനെ ക്യൂ നിന്ന് ഇങ്ങനെ പോകണം. അലേഹ ഫ്ലൈറ്റ് എവിടെ? ആ, ഫ്ലൈറ്റിന്റെ കോണിയാ. നമ്മുടെ എയർപ്ലെയിൻ ഇതാ നിൽക്കണം. ആ നിൽക്കണ പ്ലെയിൻ്റെ ഉള്ളിലേക്കാ കയറുന്നത്. ഈ 2 ആൾക്കാർ റേഷൻ പിടിക്ക് നടന്നു പോണ ആചാര ഇന്ന് പ്ലെയിനിൽ കയറാൻ പോവുകയാണ് മക്കളെ. അല്ലേ? അതുപോലെ എൻ്റെ അലേയൊക്കെ ഇപ്പോൾ പ്ലെയിനിൽ കയറുക. ഞാനൊക്കെ ഈ പ്രായത്തില് പ്ലെയിൻ ആകാശത്ത് കൂടെ നോക്കി നടക്കുമ്പോൾ നിങ്ങൾ പ്ലെയിനിൽ കയറി. ഇതാണ് ഇറ്റുമ്മ കണ്ടോളി. ഇതാണ് ഫ്ലൈറ്റ് കേട്ടോ. നോക്കി വലത്തേക്കാല് വെച്ചിട്ട് കയറിക്കോളി കേട്ടോ. വലത്തേക്കാല് വെച്ചോ. എയറോസ്റ്റൊക്കെ ഉണ്ട് ഗായ്സ്. ഇപ്പം പറഞ്ഞ മാതിരി വലത്തേക്കാലൊക്കെ വെച്ചിട്ടില്ലേ ഗായ്സ്. അങ്ങനെ ഉമ്മാക്ക് അരുവത്തെ സീറ്റാണ്. ഉമ്മാക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഉമ്മാനെ അരുവത്തെ സീറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അലയൊക്കെ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾക്ക് അറിയാനായില്ലല്ലോ. അപ്പോൾ പിന്നെ ഓൾ അരുവത്തെ ചോദിച്ചു വാങ്ങും. സിനു സെൻറ്ററിലെ സീറ്റ്. അപ്പോൾ സിനു സീറ്റൊക്കെ നല്ല മുറുക്കി കെട്ടിക്കോ കേട്ടോ. കഴിഞ്ഞു വരുത് മുറുക്കി കെട്ടിക്കോളുള്ളൂ. അമ്മായിമ്മനോട് വല്ല ദേഷ്യമുണ്ട് ഇപ്പൊ പറഞ്ഞോ. ഫ്ലൈറ്റാണ്, കൈവിട്ട കളിയാണ്. അമ്മായിമ്മനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതിയത്. മുറുക്കിയില്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും മുറുക്കി കെട്ടി അത് പറയുമ്പോ അയച്ചിടണം കേട്ടോ. ഇനി ആ സാധനം വെച്ചുകൊടുക്ക്. ആ സാധനം ഭക്ഷണം കഴിക്കാനുള്ളതൊക്കെ. ആ എന്തെങ്കിലുമൊക്കെ തിന്നാനും കമ്പ്യൂട്ടറിൽ കളിക്കാനുണ്ടെങ്കിൽ അത് വെക്കുക. ഇനി ഇതിന്റെ ബാത്റൂമിൽ പോണ്ടേ? വെള്ളം ഉണ്ടാവൂല, ഫ്രഷ് മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പൊ ദാ എയർപോർട്ടിൽ കയറി, വിമാനത്തിന്റെ ഉള്ളിൽ കയറി. ഞാൻ അവിടേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാല് കടല് കാണാം അടിയില്. ഫ്ലൈറ്റിൽ ഇരിക്കണ പോലെ മൊത്തം പൊത്തി പോക്കും. ആ കഴിച്ചിട്ടുള്ളി അങ്ങോട്ട് നോക്കി പുറത്തേക്ക്. പൊന്തിന് കാണാം. അത് മാറ്റി. ആ ഇനി പുറത്തേക്ക് നോക്കി ഇങ്ങനെ തിരിഞ്ഞ് കേറും പൊന്തും. അപ്പൊ നോക്കിക്കോളി. തലയിറ്റേ എന്നാ വീഗാലാൻഡിക്ക് വന്നിട്ട് നിങ്ങൾ തലയിറ്റാ പൊന്തൽ തുടങ്ങിട്ടോ. പൊന്തു നിമിഷം If you want to read, please switch on the reading light located on the panel above you. Thank you.
Cabin crew to take operations. Thank you. മറ്റേ പറഞ്ഞ മൂക്കിൽ പഞ്ഞി വെച്ചിരുന്നോളി പറഞ്ഞ മാതിരി മൂക്കിൽ തുണി തിരുകിയിട്ടിരിക്കുക. ഇപ്പൊ പൊന്തു പൊന്തി വേറെ ഫ്ലൈറ്റ് വെച്ചിട്ട് കളിക്കണല്ലേ അല്ലേ അല്ലേ. കണ്ണ് ചെമ്പിരിക്കുകയാണ് ഒരാളെ. കാഴ്ചകൾ കാണുന്നത് പുറത്ത് ലൈറ്റ് എത്തുന്നുണ്ടല്ലേ. പൊടിച്ചോളി സുഖിയെ പൊടിച്ചോളി. അങ്ങനെ ലാൻഡ് ചെയ്തു. ഇറങ്ങി വരുന്നത് വന്ന ഫ്ലൈറ്റ് കണ്ടോളി. ഇതാ ഫ്ലൈറ്റ്. ഒരുപാട് വിമാനമുണ്ട്. നമ്മൾ ഈ ബസ്സിൽ ട്രെയിനിറങ്ങി നമ്മൾ ഇങ്ങനെ ഒരു ബസ്സിൽ കയറി. നമ്മളാ പോയത് ആ ഇറങ്ങണേല് ബാംഗ്ലൂർ എയർപോർട്ട് മക്കളെ ഒരു രക്ഷയില്ല. എമ്പ സാധനം നോക്കിക്കാണി. ഒരു എന്താ പറയാ, മൊത്തത്തിലൊരു കാടിൻ്റെ ഉള്ളിൽ കയറിയ ഒരു ഫീലാണ്. നോക്കിക്ക് ഫുള്ള് മുള. ഒരു ട്രഡീഷണൽ സെറ്റപ്പിലായിട്ട് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഗൈസ് നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ കുറച്ച് സമയം കുറച്ച് സമയമല്ല, കുറച്ച് അധികം സമയം സ്പെൻഡ് ചെയ്ത് നമുക്ക് ഇനി അടുത്ത ഫ്ലൈറ്റ് കൊച്ചിയിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. മാഷാ അല്ലാഹ്. ഇതിൻ്റെ ഉള്ളിലൊരു ലോകം തന്നെ കേട്ടോ. എന്നെങ്കിലും ആണെങ്കിലും ഇപ്പം ഒന്ന് ബാംഗ്ലൂർ എയർപോർട്ടിലൊന്ന് കയറണം. ഇത് എയർപോർട്ടാണോ അതോ മാളാണോ? ഫുള്ള് ഒരു മാള് സെറ്റപ്പാണ് കേട്ടോ എയർപോർട്ട് വരുന്ന ഗൈസ്. ഒടുവിൽ അങ്ങനെ കൊച്ചി ലാൻഡ് ചെയ്തു ഗൈസ്. എന്തായാലും ഫ്ലൈറ്റ് യാത്രനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പറയാം അല്ലേ. മൊത്തത്തിലൊക്കെ അടിപൊളിയായിരുന്നു. ഇൻഷാ അല്ലാ ഞാൻ നല്ല ഉറപ്പാണ്. ഞാൻ നീച്ചപ്പോ കൊച്ചി എത്തിക്കണേ. അതിന് ആ 1 മണിക്കൂറല്ലോ എത്തിക്കണേ. കയറിയപ്പോഴേക്കും പോലെ ഇറങ്ങിയിരിക്കണേ. ബാംഗ്ലൂരിൽ നിന്ന് പെട്ടെന്ന് എത്തിക്കണേ. അവിടെ 6 മണിക്കൂർ നിന്നതാണ് നമുക്ക് പണി. അത് ശരിക്കും 3-3.5 മണിക്കൂറുള്ളൂ.
അതിൽ 6 മണിക്കൂർ നമ്മൾ വെറുതെ പോസ്റ്റ് അയക്കണം കഴിച്ചു. അപ്പം എന്തായാലും എല്ലാം കൊണ്ടും ഒക്കെ അടിപൊളിയായി. ഇനി നമുക്ക് നൗഷാദ് വരുന്നുണ്ട് നമ്മളെ കൊണ്ടുപോകാൻ. കൊച്ചിയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് വീട്ടിലേക്ക് 3-3.5 മണിക്കൂറോളം യാത്ര ഉണ്ട്. ഓക്കെ